ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം പറഞ്ഞേ. നമസ്കാരം. ഹലോ ഗായ്സ്. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങളുടെ 2 പേരുടെയും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഇടാന്ന്. ഇപ്പം നിലവിൽ എൻ്റെ വീട്ടിലാണുള്ളത്, പൂനൂരാണുള്ളത്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടിയപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ ഇടാൻ. സർക്കാർ ഉദ്യോഗസ്ഥന് ജലദോഷം പുണ്ണ് അങ്ങനെ പിടിച്ചിട്ടുള്ള സകലമാന അസുഖങ്ങളും ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥനുണ്ട് കേട്ടോ. അത് പപ്പടത്തിൻ്റെ ഉസ്താദാണ്. പപ്പടം എവിടെ കണ്ടാലും വെറുതെ നമ്മൾ സ്നാക്സ് എടുത്ത് കഴിക്കത്തില്ലേ, അതേപോലെ പപ്പടവും കട്ടൻ ചായയും കുടിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ പുണ്ണില്ലാതിരിക്കാൻ ചാൻസ് വരൂലോ. അപ്പം അതാണ്. അപ്പോൾ അതേ ഞങ്ങളിൽ രണ്ടാളോട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ ഒന്നും പറയാനില്ലേ? അവൻ അതേ പറയാനുള്ളൂ, പുണ്ണ് 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 എന്നല്ലാതെ. അപ്പം അതാണ് ഞങ്ങളുടെ വിശേഷം. പിന്നെ വേറൊരു കാര്യം എന്നോടും കൂടിയാണ്, ഇവനോട് പറയാൻ വിട്ടുപോയി. ഞങ്ങൾ രണ്ടാളും അത് പറയാൻ വിട്ടുപോയ കാര്യം എന്താണെന്നറിയോ? ഞാൻ പലപ്പോഴും എൻ്റെ വാപ്പാനെ കുറിച്ച് പറയാറുണ്ട്, 3:30 ജോലിക്ക് പോയിട്ട് 1 മണിക്ക് തിരിച്ചു കയറുകയാണ്. അതേപോലെ അവസ്ഥയാണ് ഇപ്പം നമ്മുടെ KSRTC-ക്കാരന്. വീട്ടിൽ നിന്ന് 3:30-4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോവും, തിരിച്ച് 12 മണിയാകുമ്പോ തിരിച്ചെത്തുക. ശരിക്കും പറയാൻ പാടില്ലാന്നൊന്നുമില്ല കേട്ടോ. ശരിക്കും പ്രൈവറ്റ് ബസ് സുഖം. ഇത് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറയ്ക്ക് പോവാം. KSRTC ആകുമ്പോൾ ഡീസൽ അടിക്കണോ, അവരെ കണക്കും കാര്യം കൊടുക്കണം, എന്തൊക്കെ നിയമങ്ങളാണെന്നറിയോ. അന്നിപ്പോ ഇവനെ ഞാൻ കാണലെന്നല്ല, ഇവൻ വരും, 2 ചാവി ഉള്ളത് കൊണ്ട് ഡോറ് തുറക്കും, ഇവരകത്ത് കയറും, ഉറങ്ങും, തിരിച്ചെണീറ്റ് പോവും. ഈ പണിയാ. അപ്പം നമ്മൾ നേരിട്ട് അങ്ങനെ കാണാറില്ല. പിന്നെ വിളിക്കാന്ന് പറയാൻ KSRTC-യിലായതുകൊണ്ട് ഫോൺ അങ്ങനെ അറ്റൻഡ് ചെയ്യാനും പറ്റൂല. എവിടെയെങ്കിലും ഒരു 5-10 മിനിറ്റ് ഉള്ള സമയത്തൊന്ന് ജസ്റ്റ് ഇന്ന സ്ഥലത്താണ് അന്നപ്പോഴേക്ക് ഭക്ഷണം കഴിക്കാനും പോവും. അപ്പം എന്നോട് പറയാനുള്ള എന്താണെന്നറിയോ, നമ്മളൊരു വീഡിയോ ഇട്ടില്ലായിങ്ങോ, ആനവണ്ടീൻ്റെ വീഡിയോ. ഞാൻ എന്നെ കളിയാക്കിയിട്ട് വീഡിയോ ഇട്ടില്ലായിങ്ങോ. അതിന് നല്ല കമന്റുകളാണ് വന്നത്. കേട്ടപ്പം വായിച്ചപ്പം ഭയങ്കര സന്തോഷം. പൊതുവെ നീ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും മോശം കമന്റുകൾ വരാറ്. അന്നപ്പോ അതിന് നല്ല കമന്റുകൾ വന്നു. ഞാൻ ഒറ്റക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ വെറുതെ ഇരുന്നപ്പോ എത്ര ദിവസം 2-3 ദിവസം നമ്മളെ ഭീഷണി വന്നതിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല. പേടിച്ചൊരു മധുമലൈ. വേറൊരു രസം കേൾക്കണോ? ഈ മധുമലയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭീഷണിപ്പെടുത്തിയ ആള് ഇതിനു മുമ്പ് എനിക്ക് ഒരു ഭീഷണിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഗുരുവായൂര് ഞാൻ 101 ഫോട്ടോ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഭീഷണിയായിട്ട് വന്നിരുന്നു. എൻ്റെ ഒരു ഫോട്ടോ പോലും ആ നടക്കലേക്ക് കേറ്റിക്കൂല എന്ന് പറഞ്ഞ ആ ചെങ്ങായിയാണത്. പക്ഷെ അവന് എന്തോ ദേവസ്വത്തിന്റെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ആ നടയിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നൊക്കെ ഞാൻ കേട്ട് കിട്ടോ. എന്താ എത്രത്തോളം ആ സത്യം അറിയില്ല. ആരൊക്കെ പറയുന്നത് കേട്ടേ ഉള്ളൂ. ഇനി അപ്പൊ ഞാൻ പറഞ്ഞത് ഓനെ പറ്റി പറഞ്ഞാൽ എനിക്ക് വലിയ വിരോധമല്ല. ഓൻ വിചാരിച്ച് ഞാനായിട്ട് പേടിച്ചു പോയി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ ഡെയിലി ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അതും പറ്റുന്നില്ല. കുറച്ച് തിരക്കുകളും കാര്യങ്ങളും. അപ്പൊ ഗവൺമെന്റ് ഉദ്യോഗം ഇപ്പൊ ആർക്കും നിന്നൂടാ, ഗവൺമെന്റ് ഉദ്യോഗം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കിട്ടിയൊരു ഭാഗ്യം തന്നെ കേട്ടോ. കണ്ണന്റെ ഐശ്വര്യം എന്ന് പറയാൻ അത് സമ്മതിക്കണം. പക്ഷെ എന്നിട്ടോ കണ്ണനോട് താങ്ക്സ് പറയാൻ പോയിട്ടില്ല കേട്ടോ. സമയം കിട്ടിയില്ല കേട്ടോ. കാരണം വണ്ടി കയറി ഇറങ്ങിയിട്ടില്ല. ഇന്നിപ്പോ ലീവ് എടുത്തതാ, വയ്യാത്തോണ്ട് എടുത്തതാണ്. ദിവസം എറണാകുളത്തേക്കൊക്കെയാ ഡ്യൂട്ടി. പുലർച്ചെ പോയിട്ട് ബ്ലോക്ക് അല്ലേ, ഇപ്പത്തെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ അല്ലേ. അതിൻ്റെ കൂടെയൊക്കെ ഇവനും കൂടി പോയി നോക്കുമ്പോൾ കുറച്ചും കൂടി ബ്ലോക്ക് ആയിപ്പോയി. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ കുറേ ദിവസമായല്ലോ ഇട്ടിട്ട്, അപ്പോൾ ഇവരെയും കൂട്ടിയിട്ടൊന്ന് ഇടാന്ന് കരുതി.
അപ്പൊ അതേ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ ഞങ്ങളുടെ വീട് ഫാനൊക്കെ ഉണ്ട്. ഫാനൊക്കെ ഉണ്ട്. ഫാന് പങ്കായോ അങ്ങനെ എന്തോ ഒരു പേര് പറയലുണ്ട് ഫാനിന്. പങ്കായല്ല, പങ്കായ എന്ന് പറയുന്നത് നമ്മളെ തോണി തൊയ്യുന്ന സാധനം. ഫാന് പങ്കാന്ന് പറയും. അപ്പോൾ ഇവിടെ വീട്ടിലാണുള്ളത്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഓനെയും കൂട്ടിയിട്ട് വാപ്പിനോട് കൂട്ടണമെന്ന് വിചാരിച്ചു. പക്ഷെ ആള് ഭയങ്കര ന്യൂസ് കാണുക. വാപ്പിനെയും കൂടി കൂട്ടിയിട്ടൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതാണ്. അപ്പം ന്യൂസിൽ അങ്ങനെ ഇതായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് വിശേഷം. എനിക്കെന്താ പറയണ്ടോ? ആ, ഞങ്ങൾ രണ്ടാളും ലൈവിൽ വരുന്നുണ്ട്. തെറി വിളിക്കേണ്ടവർക്കൊക്കെ തെറി വിളിക്കാം. ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയേണ്ടവർക്ക് വിശേഷങ്ങളൊക്കെ അറിയാം. മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ പാവം തോന്നുകയും ചെയ്യും കേട്ടോ. പക്ഷെ എന്താക്കാനാ, ജീവിച്ചു പോകണ്ടേ. ഇങ്ങനെയാണ് എല്ലാ വണ്ടിക്കാരും, വണ്ടി ഡ്രൈവർമാരൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഇത് അറിയുന്നില്ല. ബസ്സൊക്കെ വരുമ്പോൾ ഓരോരുത്തർ സൈഡൊക്കെ തരും. കാരണം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഓടിച്ച് പോകുന്നത്. ഞാനല്ല കേട്ടോ, എല്ലാ ഡ്രൈവർമാരും. നമ്മള് ഡ്രൈവർമാരുടെ ഒരു അവസ്ഥ നമ്മൾ ഒരിക്കലും ചിന്തിക്കലില്ല. നമുക്ക് ബസ്സും കൊണ്ട് പോകുമ്പോൾ ഒരു സ്പീഡ് പോയി അല്ലെ ആളെ കൊല്ലാൻ പോയി എന്നൊക്കെ പറഞ്ഞ് ഇതുങ്ങൾ ഭക്ഷണം പോലും കഴിക്കാണ്ട ഈ വണ്ടി ഓടിക്കുന്നതെന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കൂല. അവർക്ക് ടൈമിന് എത്തണം. എത്തിയില്ലെങ്കിൽ അടുത്ത ബസ്സുകാരോട് ചീത്ത കേൾക്കും. അതുകൊണ്ട് അവരങ്ങനെ സ്പീഡിൽ പോകുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇവൻ പ്രൈവറ്റ് ബസ് പോകുമ്പോൾ പറയാം, ചില ബസ്സിലൊന്നും ഭക്ഷണം കഴിക്കാൻ തന്നെ സമയം കിട്ടാറില്ല. 10 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ ചാനലെത്തുമ്പോണ്ടാവും. അപ്പൊ ബ്ലോക്കും കാര്യവും, പിന്നെ വണ്ടി മുമ്പിലിട്ട് ബ്ലോക്ക് കിട്ടുന്ന ആൾക്കാരും അതും ഇതും കഷ്ടപ്പാട്. എല്ലാ പണിക്കും ഉണ്ട് കേട്ടോ, ഡ്രൈവർ പണിക്ക് മാത്രല്ല എല്ലാ പണിക്കും ഉണ്ട്. പിന്നെ ഞങ്ങളെല്ലാരും ഡ്രൈവർമാരായതുകൊണ്ട് കുറച്ച് അതൊരു ഭാഗ്യമായിട്ടാട്ടോ ഞങ്ങൾ കണക്കാക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അപ്പൂപ്പന്മാർ തൊട്ടിട്ട് എല്ലാവരും ഡ്രൈവർമാർ. മിക്കതും ഞാൻ പറഞ്ഞല്ലോ KSRTC. അതിലേക്ക് ഇതേ ഒരു പൊൻതൂവൽ കൂടി. രസം എന്താ വെച്ചാൽ ഇവൻ്റെ അളിയനായിട്ട് വരും എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്. പക്ഷെ അത് അടുത്ത VS അളിയാന്ന് വിളിക്കാൻ ഒഴിവില്ല. എന്നിട്ട് സാറേന്ന് വിളിക്കുക. എന്നിട്ട് നാളെ എൻ്റെ ഏട്ടത്തിനെ കൂട്ടാൻ പോവാണ്ട് ഇവന്. അവളിങ്ങോട്ട് വരുന്നുണ്ട് രാവിലെ. അപ്പം ഞാൻ പിന്നെ ഇവനോട് പറഞ്ഞാൽ നിന്റെ സാറിൻ്റെ ഭാര്യനെ പോയി കൂട്ടിട്ട് പോവാ. ഇപ്പം സജു ഒന്നുമല്ല. ആദ്യമൊക്കെ സജു എന്ന് വിളിച്ചിട്ടായി നടക്കല്. ഇപ്പം സജു മാറി സാറിൻ്റെ ഭാര്യയായി. മാഡം എന്ന് വിളിക്കേണ്ട അവസ്ഥയിലാണ് പോകുന്നത്. കുടുംബത്തിൽ 2 KSRTCക്കാരുണ്ടായുള്ളൊരവസ്ഥ ചിന്തിച്ച് നോക്കി ഗൈസ്. ഏതായാലും അളിയാൻ ഓന് VS ആയി കിട്ടി. ആ ഒരു റെസ്പെക്റ്റ് ഇവിടുന്നൊക്കെ ഭയങ്കര അളിയാ വിളി. ആടെ എത്തിയാല് അളിയൻ ഭയങ്കര സ്ട്രിക്റ്റാ. മയല്ല പറഞ്ഞു. ഓന്റെ കളി അവിടെ നടക്കൂല. ഇവിടുന്ന് അളിയാന്ന് വിളിച്ച് സോപ്പടിച്ചുകൊണ്ട് നടക്കും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കഴിയുന്നത് ഇനി ഞാൻ ഇവനെയും കൂട്ടിയിട്ട് വീഡിയോയിൽ വരാട്ടോ. എന്തിനാന്നറിയോ? എന്തിനാ അതല്ല, നല്ലത് പറയാനല്ല, മോശം പറയാനാണ്. ഈ 10 നല്ലത് പറയുന്നത് കാണാൻ ആരും ഉണ്ടാവൂലേ. ഒരു മോശം പറയുന്നത് കേൾക്കാനും കാണാനേ ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷെ ഈ നെഗറ്റീവാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്നുള്ളത് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ പണ്ട് അറിയുന്നേക്കാട്ടിലെ ആൾക്കാർ എനിക്ക് നെഗറ്റീവ് വീഡിയോസ് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാരറിയും. അതേപോലെ ഇവനെയും ഗുരുവായൂരത്തെ പ്രശ്നത്തിന് ശേഷം. പക്ഷെ പ്രശ്നം എന്തിനാ അന്നങ്ങനെ എന്താ പ്രശ്നം ഉണ്ടാക്കിയതെന്നോ അല്ലെ എന്തായിരുന്നു സത്യാവസ്ഥ എന്ന് പോലും അറിയാൻ ആരും തയ്യാറായില്ല. കാരണം ആ സ്ത്രീ അത്ര ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് എടുത്തതാണ്. പിന്നെ എല്ലാവരും പറഞ്ഞ അമ്പലപ്പറമ്പാന്നുള്ള ഒരു ചിന്താഗതി വേണ്ടിയിരുന്നു. അമ്പലപ്പറമ്പിൽ എന്ത് തോന്നിയാസവും നടത്താമെന്നുള്ള ചിന്താഗതി ഉണ്ടോ? ആ സ്ത്രീ അത്രക്ക് ബുദ്ധിമുട്ടാക്കിയിട്ടാണ് പ്രതികരിച്ചു പോയത്. പ്രതികരിച്ചു പോകും. ആ സ്ത്രീ എന്നോ ഇട്ട പലരുടെയും വിചാരം ആ സ്ത്രീ എന്നോ ഇട്ട കമന്റിന് നടയിൽ വെച്ചിട്ട് മറുപടി അതിന് മാത്രം കൊടുത്തതാണ്. അതൊന്നല്ല സംഭവം. ആ സ്ത്രീ ഇവനെ എന്നെയും മാറി മാറി വീഡിയോ എടുത്ത് ഇങ്ങനെ ഞങ്ങളെ ഫോളോ ചെയ്ത് നിരന്തരം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതാക്കിയിട്ടാണ്
പിന്നെ എന്നിട്ട് ഇവന് ഫോൺ എടുത്തപ്പോഴേക്ക് ഇവന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു എന്റെ വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിച്ചു. അതൊക്കെ ആ ഒരു ഇതിൽ കേൾക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ അത് അതന്നെ അത് ഇതിനു മുമ്പ് ഒരു പയ്യന് വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മുമ്പ് ഞാൻ ഗുരുവായൂർ ഫോട്ടോ കൊണ്ടു കൊടുത്ത സമയത്ത് മതേതരത്വം എന്ന് പറഞ്ഞ് 2 ആൾക്കാരും കൈ നീട്ടി സ്വീകരിച്ച് ഇപ്പൊ പറയുന്നത് നടയിലേക്ക് അടുപ്പിക്കരുത് എന്ന്. അപ്പൊ അത്രേ ഉള്ളൂ, ഒരു നിമിഷം കൊണ്ട് മാറി മറിയെല്ലാം. അപ്പൊ അത്രത്തോളം ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ അമ്പലമാണെന്നോ അല്ലെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുക അത്രയും ക്രഷായിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ, പോലീസുകാരുണ്ട് അവിടെ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആ നടപടി ആ സ്പോട്ടിന് എടുക്കുകയായിരുന്നു. അതൊന്നും ചിന്തിക്കാതെയാണ് പലരും അത് തെറ്റായ രീതിയിൽ, അത് ഞാനായതുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരാണ്. പക്ഷേ എനിക്കറിയാം കാലം സത്യത്തെ മുമ്പോട്ട് തന്നെ കൊണ്ടുവരും. അതൊരു ദിവസം എന്തായാലും ഏത് മറ നീക്കിയിട്ടാണെങ്കിലും മുമ്പോട്ട് വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നമ്മളെ കല്ലെറിഞ്ഞവർ നമുക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു ദിവസം വരെ, അതുവരെ കാത്തിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. കൊലായിത്തമ്പത്തിരുന്ന് കഥ പറയുക. അതെ വാപ്പി, വാപ്പി ഒരു ഹായ് പറയൂ. അതാക്കുന്നുട്ടോ വാപ്പി. വാപ്പിക്ക് എന്താന്ന് സംഭവം മനസ്സിലായില്ല. ഞങ്ങള് വീഡിയോ എടുക്കുക. ആരെയും വീഡിയോ എടുക്കല്ല, യൂട്യൂബിലിടാൻ വീഡിയോ എടുത്തതാണ്. അതുകൊണ്ടാ വാപ്പിക്ക് എന്താ സംഭവം ഒന്നും കൂടി മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെന്നാ പിന്നെ വൈൻഡപ്പ് ചെയ്യാ. ഓക്കേ, ബൈ ബൈ ഗൈസ്. ബൈ ബൈ ഗൈസ്. സിനിമ കാണാൻ, സിനിമ കാണണം മാത്രമല്ല കേട്ടോ, പിന്നെ ഓയിൻമെന്റ് വെട്ടാൻ. ഈ വീഡിയോ തുടങ്ങി ഓന്റെ പുണ്ണ്, ഇനി അരുണിന്റെ പുണ്ണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ ഇതിടാ, തംലൈൻ ഇടാ. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടെ കൂടാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആവുക. ഓക്കെ ബൈ.